ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു പാർട്ടി വ്ളോഗായിട്ട് ഷെയർ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് എൻ്റെ ചെറിയ അമ്മായി, അതായത് ഉപ്പാൻ്റെ ചെറിയ പെങ്ങൾ കോഴിക്കോടുള്ളതാണ്. അപ്പം അവർ ഇവിടെ യു എയിലേക്ക് വിസിറ്റിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരും അവരുടെ മോനും പിന്നെ മോളുടെ കുട്ടിയും കൂടി. അപ്പം അവർക്കൊരുക്കുന്ന ഒരു ചെറിയൊരു പാർട്ടിയാണ്. അപ്പം ആക്ച്വലി അവർ കുറേ മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനപ്പം നാട്ടിലേക്ക് ഉംറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നാട്ടിലേക്ക് പോയി. ഇപ്പം അവർ തിരിച്ച് പോകാനുള്ള സമയത്താണ് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പം അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കാണ് വരുന്നത്. ഓക്കെ, മൈബോളപ്പയും കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഫിഷ്, ഗ്രീൻ ഫിഷ് ഉണ്ടാക്കുന്നുണ്ട്, റെഡ് മസാല ഫിഷ് ഉണ്ടാക്കുന്നുണ്ട്, ഗ്രില്ല് ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മസാലേൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് വീണ്ടും ഞാൻ കാണിക്കുന്നില്ല. നമ്മുടെ വീഡിയോസിലുണ്ട്, ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ സംരംഭം, അതായത് നമ്മുടെ മോഡസ്റ്റ് വെയർസിൻ്റെത് തുടങ്ങുന്ന ആ സമയത്തായിരുന്നു ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇത് ഞങ്ങൾ നാട്ടിൽ പോയി വന്ന ശേഷം എടുത്തിട്ടുള്ള വീഡിയോസായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം മോഡസ്റ്റ് വെയറിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസ് അതെട്ടോ. പിന്നെ നമ്മുടെ മാലി ഇപ്പം വീണ്ടും നമ്മുടെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് മാലി ഉണ്ടാവും നമ്മുടെ കൂടെ. വ്ളോഗിലൊക്കെ കാണാൻ പറ്റും ഇൻഷാ അല്ലാ. കാരണം എന്താ പറയുക, ഞാനിപ്പം ഈ ഒരു മോഡസ്റ്റ് വെയർസിൻ്റെ ഇതിനും പിന്നെ വ്ളോഗ്, പ്രൊമോഷൻസ്, അതിനൊക്കെ പുറത്ത് പോകുമ്പോൾ എങ്ങനെയായാലും എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മാലിനോട് വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഡെയിലി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ്. ഇപ്പം കുറച്ച് ആഴ്ചകളായിട്ട് ആൾ നമ്മുടെ കൂടെ ഉണ്ട്, ഡെയിലി ഉണ്ട് ഇവിടെ. പിന്നെന്താ, അപ്പോൾ സൂപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അതൊന്നും വീഡിയോസ് കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഗസ്റ്റ് വരുന്നതും പിന്നെ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കലും എല്ലാം കൂടി നടക്കില്ല. പിന്നെ റൈസ് ഞാൻ ഉണ്ടാക്കിയത് ബുഖാരി റൈസ് വിത്ത് മന്തി ചിക്കനാണ്. അതും ഞാൻ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഐഷാസ് കിച്ചൻ ബുഖാരി റൈസ് വിത്ത് മന്തിന്ന്. അപ്പോൾ സെയിം റെസിപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവർ ഉച്ചയ്ക്കാണല്ലോ വരുന്നത്. അപ്പോൾ തലേന്നും എനിക്ക് പ്രൊമോഷൻ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഭാഗ്യത്തിന് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം വന്നു കേട്ടോ. അപ്പോൾ അതാ മൈബോളപ്പനെ കണ്ടിട്ട് റൂയിമോൾ ആകെ ഹാപ്പിയാണ്. എനിക്ക് 3 അമ്മായികളാണ്. മൂത്ത അമ്മായിയും ചെറിയ അമ്മായി ഇപ്പം ഇവിടെ ഇപ്പം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് ചെറിയ അമ്മായി കേട്ടോ. വീഡിയോ കുറച്ച് ദൂരം നിന്ന് എടുത്തത്, അപ്പോൾ അതുകൊണ്ട് കിട്ടിയില്ല. ഞാൻ എന്തായാലും കാണിച്ചത്. അപ്പം മൂത്തമ്മായും കുറേ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവരിനിപ്പോൾ ഖത്തറിലേക്ക് പോയിട്ടോ. കാരണം ഈ വ്ളോഗ് ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഖത്തറിൽ മോൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് മൂത്തമ്മായി. പുറകെ വരുന്നതാണ് ചെറിയ അമ്മായി. ഇനിയൊരു അമ്മായും കൂടിയുണ്ട് നടുവിലുള്ളത്. അവർ നാട്ടിലാണ്. പിന്നെ ഈ വരുന്നതാണ് അമ്മായിൻ്റെ മോന്. എല്ലാവരും കാലിക്കറ്റാണ് അവർ. ഞാൻ പല വ്ളോഗ്സിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുഡിങ് റെസിപ്പീസൊക്കെ എനിക്ക് ഫസ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്തത് അമ്മായിൻ്റെ അടുത്തു നിന്നാണ്. അപ്പോൾ ആ റെസിപ്പീസൊക്കെ ഞാൻ അന്ന് നമ്മുടെ വ്ളോഗ്സിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മായി ഭയങ്കര നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. എല്ലാ അമ്മായികളും നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ മൈബുളാപ്പ് വന്ന സന്തോഷത്തിലാണ് റൂഹിമോൾ. വന്ന ശേഷം പിന്നെ മൈബുളാപ്പിൻ്റെ അടുത്തു നിന്ന് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങളിപ്പം ഉംറ കഴിഞ്ഞിട്ട് വരുമല്ലേ. ഉംറ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇവരെല്ലാവരും കാണുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന പാട് തന്നെയായിരുന്നു അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാനോടുള്ള സംസാരങ്ങളും പിന്നെ നമ്മൾ പേഴ്സണൽ ടോക്സ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ ഫുഡൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചത്. അവർ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് അവരോട് സംസാരിച്ചിരിക്കുക. അവർ വന്ന ശേഷം നമ്മൾ റെഡിയാക്കുമ്പോൾ പിന്നെ ഫുൾ നമ്മൾ കിച്ചണിലാവും. ഉച്ച സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൂപ്പല്ലേ കുറച്ചുകൂടെ മാച്ചാവുക. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെറിയൊരു അധികം ചൂടും ഇല്ലാത്ത കാലാവസ്ഥയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ജ്യൂസ് വേണ്ടെന്ന് വെച്ചിട്ട് സൂപ്പ് ആക്കിയത് കേട്ടോ.
അപ്പം ഈ റൈസ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്. ഇതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല റൈസാണ്. ബുഹാരി റൈസ് വിത്ത് മന്തി ചിക്കൻ കേട്ടോ. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിഷ് പിന്നെ ഞാൻ അവർ വന്ന ശേഷമാണ് ഗ്രില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റിലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടാറും, സോഫ്റ്റ്നെസ്സൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെറിയൊരു ഗാർണിഷിങ് കൊടുത്തു. മാലി ഉള്ളതുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവർ വരുന്നതിൻ്റെ തലേ ദിവസം ഞാനൊരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിലെത്തിയിട്ട് ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ട്. പിന്നെ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് ഇവർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ മാലി വന്നതുകൊണ്ട് എല്ലാം എനിക്ക് റെഡിയാക്കി തന്നു. അതുകൊണ്ട് ഉച്ചത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റി. അല്ലെങ്കിൽ പിന്നെ എന്തായാലും നടക്കില്ലല്ലോ. ഉച്ച ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനൊക്കെ ഫ്രഷാക്കി വാങ്ങിച്ചിട്ട് ഒക്കെ ഉണ്ടാക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മാലി ഉള്ളതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് കൂളായിട്ട് പോയത്. പിന്നെ മൂത്തമ്മായിൻ്റെ മോളെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തുള്ളത് ചെറിയ അമ്മായിൻ്റെ മോനും മോളെ കുട്ടിയോ കേട്ടോ കൂടെ ഉള്ളത്. അവരെല്ലാവരും കൂടിയാണ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ചെറിയ അമ്മായിൻ്റെ മോളെ കുട്ടി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഡെസേർട്ട് കഴിച്ചു. അതിന് ശേഷം വൈകുന്നേരത്തെ സ്നാക്ക് അവർ വൈകിട്ട് ഒരു മഗ്‌രിബിനൊക്കെ ശേഷമാണ് പോയത് കേട്ടോ. എന്തായാലും നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ അതൊന്നും കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ കുട്ടികളവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാവരും കൂടി കിട്ടുന്ന, നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണാനൊന്നും പറ്റാറില്ല. അപ്പോൾ അവരിങ്ങോട്ട് വന്നപ്പോഴാണ് കൂടുതൽ നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. നാട്ടിലെത്തുമ്പോൾ അവർ കാലിക്കറ്റ് ആയതുകൊണ്ട് നമ്മളങ്ങനെ വല്ലാണ്ട് പോകാനൊന്നും പറ്റാറില്ല. അപ്പോൾ ചെറിയ അമ്മായിൻ്റെ 2 മക്കളാണ് കേട്ടോ. അവർ വീഡിയോ കോൾ ചെയ്യായിരുന്നു. ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഇരുത്തിയത് കേട്ടോ. പിന്നെയാണ് മനസ്സിലാക്കിയത് അവർ വീഡിയോ ആണെന്നുള്ളത്. ഫോട്ടോ എടുക്കാൻ നന്നായിട്ട് പോസ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ അവരെല്ലാവരും പോകാൻ ഇറങ്ങും കേട്ടോ. അപ്പോൾ റൂയിമോൾക്ക് ഭയങ്കര സങ്കടമായി പാപ്പനെ പിരിഞ്ഞ് പോകുന്നതിന്. പിന്നെ അവരുടെ കൂടെ റൂഹി താഴെ പോയി ചിപ്സൊക്കെ മാവോളപ്പോൾ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ വന്നത് തിരിച്ചിട്ടോ. ഇത് നെക്സ്റ്റ് ഡേ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഒരു ജഡ്ജ്മെൻറ്റിന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുന്ന വിശേഷങ്ങളാട്ടോ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന പാടനെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുക. വ്ളോഗ് ഇടാൻ വൈകിപ്പോയി കേട്ടോ.
അപ്പോൾ വൈകുന്നേരമാണ് പോകുന്നത്, ദുബായിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ റഷ് ഉണ്ട്. ഇവിടെ ഒരു കോമഡി ഉണ്ടായതെന്ന് വെച്ചാൽ സ്റ്റാർ ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. 2 സ്റ്റാർ ഇൻ്റർനാഷണൽ സ്കൂളുണ്ടെന്ന് തോന്നുന്നു. ഡിസംബർ 1 ഫംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് വേറൊരു ഫംഗ്ഷനിലേക്കായിരുന്നു. അന്നും അവിടെ ഈ 2 സ്കൂളിലും ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ എല്ലാവരും സംസാരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഭയങ്കര സംസാരമൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റൊക്കെ നിന്നതിന് ശേഷം മനസ്സിലാക്കിയത് ഇതല്ല ഒരു ഫംഗ്ഷൻ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെയാണ് ഫംഗ്ഷന്. മലബാർ കിസ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് വന്നിട്ടുള്ളത്. അപ്പം അവിടെ ഫുട്ബോൾ ടൂർണമെൻറ്റൊക്കെ ഉണ്ട്. അപ്പം അന്ന് സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതവിടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ മെഹന്തി കോമ്പറ്റീഷൻ, കുക്കിംഗ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. അപ്പം കുക്കിംഗ് കോമ്പറ്റീഷനിൽ ജഡ്ജ്മെൻ്റായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നെ കൂടാണ്ട് വേറെയും 2 ജഡ്ജസ് ഉണ്ട് കേട്ടോ. ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വന്ന പഠനം കുറേ ആൾക്കാർ കാണാൻ പറ്റി. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഫംഗ്ഷൻസിന് ഞാൻ അങ്ങനെ വല്ലാണ്ട് പോവാറില്ല. അപ്പോൾ ഇപ്പം പോയി കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി കേട്ടോ. ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാനും അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. പിന്നെ മെഹന്തി കോമ്പറ്റീഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് കോമ്പറ്റീഷൻ വരുന്നത്. പിന്നെ ഇത് റീനുവാണ് വീഡിയോ എടുക്കുന്നത്. മാക്സിമം എല്ലാവരെയും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ. അപ്പം ഞാൻ കണ്ട ആൾക്കാരെയും കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അപ്പം നല്ലൊരു ഫംഗ്ഷനായിരുന്നു. അടിപൊളിയായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അവിടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അതിൽ കൂടെ എല്ലാതും അവർ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. മമ്പാട് ഫ്രണ്ട്സ് UAE ആണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. കാൽപന്തിൻ്റെ മലബാർ കിസ്സ എന്നാണ് ആ ഒരു ഇവൻറ്റിൻ്റെ പേര് കേട്ടോ. ഇവരെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞാൻ പരിചയപ്പെട്ടതാണ്. സാജിദൊക്കെയാണ്. ഇവിടെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെന്താ, പാർട്ടിസിപ്പൻസൊക്കെ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ 2 ജഡ്ജസ് ഉണ്ടെന്ന്. ഇതാണ് വേറെ ജഡ്ജ് വരുന്നത്, ഷാഹിന ബീഗം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരുപാട് കോമ്പറ്റീഷനിൽ ഇതുപോലെ ജഡ്ജ്മെൻ്റായിട്ട് പോകാറുണ്ട്. ഇത് 3ാമത്തെ ജഡ്ജ് ലുത്ഫിയ. പിന്നെ എൻ്റെ അമ്മാവിൻ്റെ മോനും വൈഫും കൂടി അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നതാട്ടോ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി. അവർക്ക് വേറൊരു ആവശ്യത്തിനായിട്ട് പോകേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ പ്ലേറ്റിംഗ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അറബിക് മലബാർ ക്യൂസിനാണ്. രണ്ടും കൂടി മിക്സ്ഡപ്പ് ആയിട്ടുള്ള നാഷണൽ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫംഗ്ഷനൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബിക് മലബാർ ക്യൂസിനാണ് അവരുടെ ആ ഒരു ടീം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് റെഡി ആക്കിയിട്ടുള്ളത്. നമുക്ക് ഭയങ്കര എന്താ പറയുക, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റി. ഇങ്ങനത്തെ കോമ്പറ്റീഷൻസെല്ലാം വരുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഫുഡിന് ടേസ്റ്റ് മാത്രമല്ല, ഫുഡിന് ടേസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. കൂടാണ്ട് അവിടുത്തെ അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ ബാക്കി കഴിഞ്ഞവരുടെ അത് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കും കേട്ടോ അവിടെ എല്ലാവരും. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ നിങ്ങൾ കോമ്പറ്റീഷൻസിന് പോകുമ്പോൾ ടേസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തന്നെയാണ്. പിന്നെ ഇന്നോവേഷൻ അത് മസ്റ്റാണ്. പിന്നെ വരുന്നത് പ്ലേറ്റിങ്ങും പിന്നെ ആ ഒരു പ്രസൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ ചിലരൊന്നും അത് ശ്രദ്ധിക്കാറില്ല. പ്രസൻറ്റ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയിലൊക്കെ വയ്ക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ഒരു മാർക്ക് കൂട്ടി കൊടുക്കാൻ തോന്നും. അപ്പം ഇന്നോവേറ്റീവായിട്ട് നല്ല പ്രസൻറ്റേഷനൊക്കെ ഉള്ളത് നല്ല ടേസ്റ്റിലൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എത്ര ടേസ്റ്റുള്ള ഫുഡാണെങ്കിലും ആ പ്രസൻറ്റേഷന് ഒന്ന് ഡള്ളാണെങ്കിൽ നമുക്ക് മാർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പം കമ്പാരിസൺ വരുമല്ലോ. അപ്പോൾ പ്രസൻറ്റേഷനിൽ മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ കോമ്പറ്റീഷൻസിൽ പോകുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാണ്. ഇനി ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ പോയിടത്തോളം എല്ലാവരും പ്രസൻറ്റേഷന് നോക്കുന്നുണ്ട്. പ്രസൻറ്റേഷനിൽ ചെറിയൊരു മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ജഡ്ജ്മെൻറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ ഞങ്ങളിതാ ഇവിടേക്ക് ടൂർണമെൻറ്റ് നടക്കുന്ന അവിടേക്ക്, രണ്ടും അടുത്തടുത്ത് തന്നെയാണ്, അവിടേക്ക് പോയി. അവർ ഓൾറെഡി വിന്നേഴ്സായി കഴിഞ്ഞു. അപ്പം വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള 3 ആളുകളെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രൊഫൈൽ ഒരുപാട് പറഞ്ഞ് അത് ചെറുതായി പോകുന്നുള്ളതുകൊണ്ട് അവർ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയുന്ന ആളുകളായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള യൂട്യൂബറായിട്ടുള്ള ആയിഷാസ് കിച്ചൻ്റെ എന്താണ് പറയുക, എല്ലാമായിട്ട് ആയിഷയാണ്. പ്രൊഫൈൽ പറഞ്ഞ് ചെറുതായി പോകുന്നതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. രണ്ടാമത്തത് ഒരുപാട് കുക്കിംഗ് കോമ്പറ്റീഷനുകൾ പ്രൈസ് അടിച്ചിട്ട് അവസാനം ഇനി പങ്കെടുക്കരുതെന്ന് ചട്ടമുണ്ടാക്കി ഇപ്പോൾ സ്വയം ചെഫും അതുപോലെ തന്നെ വലിയ ജഡ്ജൊക്കെ ആയിട്ട് മാറിയ നമ്മുടെ സ്വന്തം ബീഗം ഷഹാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മറ്റൊരു ചെഫ് നമ്മുടെ ലുത്ഫിയ, നമ്മുടെ ഡോക്ടർ മയൂഫിൻ്റെ വൈഫ് കൂടിയാണ്. അവരിതുപോലെ ഇപ്പം അവർക്ക് ബാനാണ്, പല മത്സരങ്ങളും പങ്കെടുക്കാൻ പാടില്ല. കാരണം പങ്കെടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയി പോകുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ജഡ്ജായിട്ടാണ് ആളുകൾ വിളിക്കുന്നത്. അപ്പോൾ അവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. Third prize goes to just number 3009 Nusaiba. പ്രൈസ് എന്ന് പറഞ്ഞാല് ചെറിയൊരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ മിസ്സായത്. 002 നമ്പർ 3007. ആദരിക്കുന്നു. മമ്പാട് ഫ്രണ്ട്സ് യൂണിയൻ കമ്മിറ്റി ഓർഗനൈസിംഗ് ടീമിന്റെ ജനറൽ സെക്രട്ടറി അർഷാദ് ആയിഷ അവർകളെ മൊമെന്റോ നൽകി ആദരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു. ഡിസംബർ 1 ഈ ഒരു ഫംഗ്ഷൻ. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഇതാണ് താഹ. ഇവരാണ് എന്നെ അങ്ങോട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവർ ഇതിൻ്റെ തിരക്കിലായതുകൊണ്ട് അവരൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എക്കിയും റൂഹിയും റോസും ഒക്കെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു കേട്ടോ. കുറേയൊക്കെ വണ്ടിയിലിരുന്നു, പിന്നെ കുറേയൊക്കെ അവിടെ നടന്നു. റൂഹിനെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.